എല്ലാവർക്കും PSC വോയേജറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടത്താൻ പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിലെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി സെക്ഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 71ാമത്തെ ചോദ്യം. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഒരു റേഷ്യോ ആണ് തന്നേക്കുന്നത്. എന്തിൻ്റെ റേഷ്യോ തന്നേക്കുന്നത്? ത്രികോണത്തിലെ 3 കോണുകളുടെയും റേഷ്യോ തന്നേക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് എടുത്തെഴുതാം. എത്രയാണ് റേഷ്യോ തന്നേക്കുന്നത്? 5:3:4 ആണ് നമ്മുടെ ത്രികോണത്തിലെ 3 കോണുകളുടെയും റേഷ്യോ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ത്രികോണത്തിലെ 3 കോണുകളുടെയും അളവുകളുടെ തുക അതെപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ത്രികോണത്തിലെ 3 കോണുകളുടെയും അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന റേഷ്യോ എത്രയാണ്? 5:3:4. ആ 3 കോണുകളുടെയും റേഷ്യോ ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 + നമ്മൾ ആദ്യം ഈ തന്നേക്കുന്ന 3 റേഷ്യോയുടെയും കൂടെ തുക നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തിലേക്ക് ഇതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരണം. നമുക്ക് തുക അറിയാം, പക്ഷെ തന്നേക്കുന്ന റേഷ്യോയാണ്. അപ്പോൾ ആ റേഷ്യോയുടെ തുക നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. 5 + 3 + 4, 5 3 8 4 12 നമുക്ക് തന്നേക്കുന്ന റേഷ്യോ വെച്ച് കോണുകളുടെ അളവുകളുടെ തുക. ശരിക്കും എത്രയാണ് ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത്? 180. നമുക്ക് കിട്ടിയത് 12. ആക്ച്വലി വേണ്ടത് എത്രയായിരുന്നു? 180 ആയിരുന്നു നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊരു കണക്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ 12ന് 180 ആവാൻ ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 180 ആവും എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. 12 × 15 ചെയ്യുമ്പോഴാണ് 180 കിട്ടുന്നത്. അത് ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബിഗിനേഴ്സിന് ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ശ്രദ്ധിക്കുക. 180 ഡിവൈഡഡ് ബൈ 12. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ആദ്യം നമുക്കൊന്ന് വെട്ടി നോക്കാം. 6 2 12, 9 2 18, 90. എങ്കിൽ നമുക്കിതിനെ 6 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. 1 6 1 6 6 ശിഷ്ടം 3 30, 5 30. അപ്പോൾ 15 ഇങ്ങനെ കിട്ടും നമുക്ക് 15. ഇത് ഒരുപാട് കണക്കുകൾ നിങ്ങളിങ്ങനെ ചെയ്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ സ്പീഡ് വന്നോളൂ. അപ്പോൾ മനസ്സിലാവും എളുപ്പത്തിൽ. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ 12 180 ആവാനായിട്ട് 15 കൊണ്ട് ഗുണിക്കണം. 15 ഇനി നമ്മുടെ ഇവിടുത്തെ ഇനി ഏത് ചോദ്യം ചോദിച്ചാലും നമുക്കത് ഈസിലി ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ കണക്റ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. സോ നമുക്ക് ഈ 15 ഇവിടെ കിട്ടി. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ചെറിയ കോൺ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ തന്നേക്കുന്ന കോണുകളുടെ റേഷ്യോ എങ്ങനെയായിരുന്നു? 5:3:4. ഇതിൽ ചെറിയ കോൺ ഏതായിരിക്കും? ഡെഫിനറ്റ്ലി 3 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ 3യെ നമ്മുടെ കണക്റ്റിംഗ് ഫാക്ടർ വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. ഇൻറ്റു 15. 15 3 45. സോ 45 ഡിഗ്രി. 45 ആയിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന കോണുകളുടെ അളവുകൾ റേഷ്യോ എന്ന് പറയുന്നത് 5:3:4 ആണ്. നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോണുകളുടെ അളവുകളുടെ തുക നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യത്തെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ അറിയാവുന്നതിലേക്ക് പോയിന്റ് ചെയ്യണം. അപ്പോൾ 5 + 3 + 4 12 ആ കോണുകളുടെ റേഷ്യോകളുടെ തുക നമ്മൾ എടുത്തു. പക്ഷേ ശരിക്കും വേണ്ടത് നമുക്ക് 180 ആയിരുന്നു. അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് 15. ആ 15നെ വെച്ച് നമുക്ക് ചെറിയ കോണിൻ്റെ റേഷ്യോയായ 3നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഇനി സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ വലിയ കോണായിരുന്നു ചോദിച്ചെങ്കിലോ? അപ്പോൾ എങ്ങനെ വരും? വലിയ നമ്പർ ഏതാണ് ഇതിലെ റേഷ്യോയിലെ? 5:3:4. അപ്പോൾ വലിയ കോണിനെ സൂചിപ്പിക്കുന്നത് ഈ 5 ആണല്ലേ. അപ്പോൾ നമ്മുടെ ഈ 5നെ ആ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറായ 15 വെച്ച് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 × 15 75 ഡിഗ്രി. അതായിരിക്കും ഈ ത്രികോണത്തിലെ വലിയ കോൺ. ഇനി ഈ മൂന്നാമത്തെ കോൺ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 4നെ നമുക്ക് ഈ 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 60 എന്ന് നമുക്ക് മൂന്നാമത്തെ കോൺ. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 45 ഡിഗ്രിയാണ്. ചെറിയ കോൺ 45 ഡിഗ്രി. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Z = x + y-ൽ x = -10 y = 3 ആയാൽ z എത്ര? ഇത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. Z = ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. Z =
എക്സ് പ്ലസ് വൈ. എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും തന്നിട്ടുണ്ട്. എക്സ് എത്രയാണ്? എക്സ് ഈക്വൽ ടു -10 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇസഡ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? -10 + 3. നോക്കുക, ഓപ്പോസിറ്റ് സൈനുള്ള രണ്ട് നമ്പേഴ്സാണ് അല്ലേ? ഇതിൻ്റെ സൈൻ നോക്കുക, ഇത് നെഗറ്റീവ് സംഖ്യയാണ്, ഇത് പോസിറ്റീവ് സംഖ്യയാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. നമുക്കിവിടെ ചെയ്യേണ്ടത് അഡീഷനാണ്. ഓപ്പോസിറ്റ് ചിഹ്നത്തിലുള്ള രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. അപ്പോൾ ഇവിടെ 10 വലുത്, 3 ചെറുത്. 10ൽ നിന്ന് 3 പോയാൽ 7. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? 10 വലിയ നമ്പർ. അപ്പോൾ വലുതിൻ്റെ ചിഹ്നം മൈനസ്. സോ നമ്മുടെ ആൻസർ -7 ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് സൈനിലുള്ള രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റം എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 10ൽ നിന്നും 3 കുറച്ചിട്ട് 7. വലിയ സംഖ്യയായ 10ൻ്റെ ചിഹ്നം മൈനസ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -7. ഓപ്ഷൻ ബി ആണ്. 72. 72ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ -7 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ 12, ബി 48, സി 24, ഡി 16. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 16 ആണ് ആൻസർ വരുന്നത്. കാരണം 16 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ എടുക്കാം. ബാക്കി മൂന്നും എയും ബിയും സിയും എല്ലാം 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 12 × 4 48, 12 × 2 24, 12 × 1 12. അപ്പോൾ ഇത് ബാക്കി മൂന്നും 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓപ്ഷൻ ഡി 16 എന്ന് പറയുന്നത് 12ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുമാത്രമല്ല 16 മാത്രമാണ് ഈ കൂട്ടത്തിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വർഗമായിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം. 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര എന്നാണ് ചോദിച്ചിരുന്നത്. ഈ മാധ്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. മാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മാധ്യത്തിന് തന്നെ നമുക്ക് ശരാശരി എന്ന് പറയാം, ആവറേജ് എന്ന് പറയാം. ഇതെന്ത് പറഞ്ഞാലും ഈ മാധ്യം തന്നെയാണ്. മാധ്യത്തിൻ്റെ പല വേർഷൻസ് ആണ്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്ന ശരാശരി എന്നൊരു വാക്കാണ്. ഈ 6 ഗുണിതങ്ങളുടെ ശരാശരി എന്നത് മറ്റൊരു രീതിയിൽ ചോദിച്ചേക്കുന്നതാണ് ഇവിടെ. അപ്പം നമുക്ക് 6ൻ്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6, 12, 18, 24, 30, 36. ഇതാണ് 6ൻ്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ. ഇനി ഈ ശരാശരിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇങ്ങനെ കൺസിക്യൂട്ടീവായിട്ട് ഈ നമ്പേഴ്സ് എല്ലാം നോക്കിക്കേ, ഇതെല്ലാം ഒരു കോമൺ ഡിഫറൻസിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ആണ് അല്ലേ? 6 എല്ലാത്തിലും നമുക്കറിയാം 6ൻ്റെ ഗുണിതങ്ങളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സീരീസിൻ്റെ മാധ്യം അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ടേംസ് ഉണ്ട്? 6 ടേംസ് ആണ് വരുന്നത്. 1, 2, 3, 4, 5, 6 6 ടേംസ് എടുത്തു. അപ്പോൾ ഈ കേസിൽ മിഡിലിൽ വരുന്ന രണ്ട് നമ്പേഴ്സാണ്. ഒറ്റ നമ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നോക്കാം. 1, 2, 3 ഈ 3 നമ്പറിൻ്റെയും ശരാശരി എന്ന് പറയുന്നത് 2 ആയിരിക്കും. 1, 2, 3, 4 ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 4 നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഇതിൻ്റെ ആവറേജ് ആയിരിക്കും. അതായത് 2 + 3/2. അതായത് 2, 3, 5 5/2 2.5. അതായത് എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ മിഡിലിൽ വരുന്നതായിരിക്കും എപ്പോഴും അതിൻ്റെ അതായത് കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം. ഒരു നമ്പറും അതിൻ്റെ തൊട്ടടുത്ത നമ്പറും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് സെയിം ആണ് എങ്കിൽ, അതൊരു കൺസിക്യൂട്ടീവ് ആയിട്ടുള്ളൊരു സീരീസ് ആയിട്ട് പോകുകയാണ് എങ്കിൽ മിഡിൽ നമ്പർ ആയിരിക്കും എപ്പോഴും ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നോക്കിക്കേ, 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ കേസിൽ 6 നമ്പറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിലിൽ വരുന്ന ഏതാണ്? 18ഉം 24ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്ര വരും? 18 + 24/2. ദാറ്റ് ഈസ് 18ഉം 24ഉം 42/2. 21 ആൻസർ വരേണ്ടത്. പക്ഷേ ഓപ്ഷനിൽ അത് കൊടുത്തിട്ടില്ല. നമ്മുടെ മാധ്യം എന്ന് പറയുന്നത് 21 ആയിരിക്കും. മാധ്യം കണ്ടുപിടിക്കേണ്ട രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്, ഒരു
കോമൺ ഡിഫറൻസ് അടുത്തടുത്ത രണ്ട് ഡിജിറ്റ്സ് തമ്മിലുള്ള നമ്പേഴ്സ് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ് എങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളുടെ മധ്യത്തിൽ വരുന്ന സംഖ്യയായിരിക്കും അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈവൻ നമ്പറാണ് ഡിജിറ്റ്സ്, അത്രയും ഡിജിറ്റ്സ് ആണ് തന്നേക്കുന്നതെങ്കിൽ മിഡിലിൽ വരുന്ന രണ്ട് നമ്പേഴ്സിൻ്റെയും കൂടെ ആവറേജ് ആയിരിക്കും തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഇക്വേഷൻ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ചുറ്റളവ്, ആദ്യം ചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തായിരുന്നു? 2 × L + B എന്ന് പറയുന്നതാണ് ചതുരത്തിൻ്റെ ചുറ്റളവ്. ഇനി സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സമചതുരത്തിൻ്റെ ചുറ്റളവാണ് 4a. ഈ LB എന്ന് പറയുന്ന ലെങ്ത്, B ബ്രെഡ്ത്ത്, ചതുരത്തിൻ്റെ നീളവും ചതുരത്തിൻ്റെ വീതിയും, A എന്ന് പറയുന്ന സമചതുരത്തിൻ്റെ ഒരു വശം, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ നീളം L എത്രയാണ്? 40 മീറ്റർ. വീതി B എത്രയാണ് തന്നേക്കുന്നത്? 30 മീറ്റർ. അതിൻ്റെ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കണം. 2 × L + B ആണല്ലോ ചുറ്റളവ്. അപ്പോൾ എത്ര വരും? 2 × 40 + 30. 40, 30, 70, 2 140. ഇനി ഈ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ സമചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താണ്? 4a. അപ്പോൾ ഇത് രണ്ടും 4aയും ഈ 140 തുല്യമാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4a = എന്താണ്? 140. നമ്മളോട് ചോദിച്ചേക്കുന്നത് സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. സമചതുരത്തിൻ്റെ വശം a = എത്ര എഴുതാം? 140/4. അപ്പോൾ എത്ര വരും? 1 4 4, 3 12, ശിഷ്ടം 2 35. ഓപ്ഷൻ എ 35 ആയിരിക്കും സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥാനനിർണയം എന്ന് പറയുന്ന സിലബസിൽ കൊടുത്തേക്കുന്ന സ്ഥാനനിർണയം എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്ന് വന്നേക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഇതിങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ഇടത്തു നിന്നും ഇത്രാമത്, വലത്തു നിന്നും ഇത്രാമതാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരൊറ്റ ഇക്വേഷനിൽ ചെയ്യാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൽ n എന്ന് പറയുന്നത് ആ വരിയിലുള്ള ആകെ ആളുകളുടെ എണ്ണമാണ്. L എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് അയാൾ എത്രാമത്തെ ആളാണെന്നും M എന്ന് പറയുന്നത് പിന്നിൽ നിന്ന് അയാൾ എത്രാമത്തെ ആളാണെന്നുമുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. either it is മുന്നിൽ നിന്ന് ആ ഒരു കൺസെപ്റ്റിൽ എടുക്കാം, അല്ലെങ്കിൽ ഇടത്തു നിന്ന് വലത്തു നിന്ന്, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മുന്നിൽ നിന്ന്, അതായത് L എന്ന് പറയുന്നത് എത്രയാണ്? മുന്നിൽ നിന്ന് 4-മത്, പിന്നിൽ നിന്ന് ദാറ്റ് ഈസ് M എന്ന് പറയുന്നത് പിന്നിൽ നിന്ന് 20-മത്. അങ്ങനെയാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരാണുള്ളത്? L + M - 1. 4 + 20 - 1. അപ്പോൾ എത്ര വരും? 20 4 24 - 1 23. വേറെ ഒന്നും നോക്കണ്ട, രണ്ട് ഡിജിറ്റ്സ് അതിൽ കാണും. മുന്നിൽ നിന്ന് എത്രാമതാണ്, പിന്നിൽ നിന്ന് എത്രാമതാണെന്നുള്ള കാര്യം തന്നിട്ടുണ്ടാവും. അത് രണ്ടും കൂട്ടുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അങ്ങനെ നമുക്ക് ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ, 23. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഒരു വരിയിൽ ആകെ എത്ര പേരുണ്ടെന്നുള്ള ചോദ്യമാണ്. അതിൽ മുന്നിൽ നിന്ന് എത്രാമതാണെന്ന് തന്നിട്ടുണ്ട്, പിന്നിൽ നിന്നും എത്രാമതാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 1 കുറച്ചാൽ നമുക്ക് ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതും എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് രണ്ടിനെയും കൂടെ ആഡ് ചെയ്യാം. 20 + 4 24 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്നും 1 കുറയ്ക്കണം. എങ്കിലാണ് നമുക്ക് ടോട്ടൽ ആളുകളുടെ എണ്ണം കിട്ടുള്ളൂ. ദാറ്റ് ഈസ് 23. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
18 മൈനസ് 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇത് ബോട്ട് മാസ് വെച്ച് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. ബോട്ട് മാസ് റൂള് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ഓർഡറാണ് ഈ ബോട്ട് മാസിൽ പറയുന്നത്. ബോട്ട് മാസിൻ്റെ ബി മീൻസ് ബ്രാക്കറ്റ് ഫസ്റ്റ് ചെയ്യുക, ഡി ഡിവിഷൻ, ഒ ഓഫ്, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ, എസ് സബ്ട്രാക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിലുള്ള സംഭവം സോൾവ് ചെയ്തെടുക്കണം. പിന്നെ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡി എന്ന് പറയുന്ന ഡിവിഷൻ ആണ്, എം എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അങ്ങനെയാണ് ചെയ്തു പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. 18 മൈനസ് 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം നോക്കാം. ബ്രാക്കറ്റ് ഒന്നുമില്ല, അപ്പോൾ അത് നോക്കണ്ട. ഓഫും ഇല്ല. എഗെയിൻ ഡിവിഷൻ ഉണ്ടോ നോക്കാം. ഡിവിഷൻ ഉണ്ട്. ഏതാ? 6 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് സോൾവ് ചെയ്യും. 6/3 എത്രയാണ്? 2. സോ 18 മൈനസ് 2 ഇൻറ്റു 4 എന്നായിട്ട് അത് റെഡ്യൂസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതാ ചെയ്യേണ്ടത്? എം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ, 2 ഇൻറ്റു 4 ഉണ്ട്. സോ 18 മൈനസ് 8 എന്ന് വരും. ഇനി അഡീഷൻ ഉണ്ടോ നമ്മുടെ ചോദ്യത്തിൽ? ഇല്ല. പിന്നെ ഉള്ളത് സബ്ട്രാക്ഷൻ ആണ്. സോ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പം 18 മൈനസ് 8. അപ്പോൾ നമ്മുടെ ആൻസർ 10 വരും. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓപ്ഷൻ എ 10 ആണ് 77th ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത് കൃത്യംഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് 78ാമത്തെ ചോദ്യം. ചോദ്യം നോക്കിക്കേ. -2/3 the whole cube into 3/5 the whole square എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ പവർ ബ്രാക്കറ്റിന്റെ പുറത്ത് കിടക്കുന്ന ഈ പവറിനെ 2 ഡിജിറ്റ്സിനായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ വരും? -2 ക്യൂബ് ബൈ 3 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ബൈ 5 സ്ക്വയർ. ഇനി നമുക്കത് ഇതിനെയും വെട്ടി കുറയ്ക്കാമല്ലോ. 3 ക്യൂബിനെയും 3 സ്ക്വയറിനെയും നമുക്ക് വെട്ടാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വരും? 3 സ്ക്വയർ പോവും. ഇവിടെ 3 ക്യൂബിനെ വെട്ടുമ്പോൾ ഒരു 3 ബാലൻസ് വരും. സോ -2 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 സ്ക്വയർ എന്ന് വരും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്നൊരു ശ്രദ്ധിക്കുക. ഇവിടെ സൈഡിൽ മാറ്റി ചെയ്യാം. 3 സ്ക്വയർ ബൈ 3 ക്യൂബ് ആണല്ലോ നമുക്ക് വെട്ടേണ്ടത്. ഈ 3 ക്യൂബിനെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? 3 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റാം? 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ 3 സ്ക്വയറും 3 സ്ക്വയറും വെട്ടി 1/3 വരും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇനി നോക്കാം. മൈനസ് അതുപോലെ -2 ക്യൂബ് എന്ന് പറയുന്നത് -8 വരും. എഗെയിൻ 3 ഇൻറ്റു 25. 25 ഇൻറ്റു 3 75 സോ -8/75 ആയിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? ഇത് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. വലിയ സംഖ്യയിൽ നിന്ന് ഈ ചെറിയ സംഖ്യ കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ദശാംശ സംഖ്യയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് നോക്കുക. ആദ്യം തന്നേക്കുന്ന സംഖ്യ നമുക്ക് അങ്ങ് എടുത്തെഴുതാം. 72.29. ഇനി അടുത്തത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെസിമൽ കറക്റ്റ് ഇതിൻ്റെ താഴെ എഴുതുക. ഓരോ ഡിജിറ്റും കറക്റ്റ് അതിൻ്റെ താഴെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. 53.6 ഇങ്ങോട്ട് നീക്കി എഴുതരുത്. ഈ 2ൻ്റെ താഴെ തന്നെ അത് എഴുതി കുറയ്ക്കണം. നോക്കാം. 9 - 9 9. 2 6 പോലെ. സോ ബോറോ ചെയ്തു. 12 - 6 6. 1 - 3 8. 18.69 ആണ് നമ്മുടെ ആൻസർ. സബ്ട്രാക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 18.69 ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ചോദ്യം. 1 2 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എത്ര? ഈ ഒരു സീരീസ് നിങ്ങളൊന്ന് നോക്കിക്കേ. സീരീസ് ഇങ്ങനെയാണെന്ന് 1 2 4. ഒരു കോമൺ നമ്പർ വെച്ച് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണല്ലേ. 1 × 2 2, 2 × 2 4. അങ്ങനെയാണ് സീരീസ് പോകുന്നത്. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ എന്നാണ് ഇതിന് പറയുന്നത്. GP, ജോമെട്രിക് പ്രോഗ്രഷൻ. ഈ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ 10ാം പദം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്.
ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ എന്നാം പദം an കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. AR⁻n−1 എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ. a എന്ന് പറയുന്നത് ആദ്യ പദമാണ്, ആ സീരീസിലെ ആദ്യ പദമാണ് a. r എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ, അതായത് ഇതൊരു മൾട്ടിപ്ലൈ ചെയ്താണല്ലോ ഇത് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും തമ്മിലുള്ള റേഷ്യോ, ആ കോമൺ ഡിഫറൻസ് മീൻസ് രണ്ടാമത്തെ നമ്പർ ഡിവൈഡഡ് ബൈ ആദ്യത്തെ നമ്പർ ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ, അതാണ് r എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. n എന്ന് പറയുന്നത് നമ്മൾ എത്രാമത്തെ ടേമാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? 10ാം പദം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. A10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? AR⁻n−1. അപ്പോൾ നമുക്ക് ആദ്യ പദം, ഇവിടുത്തെ ആദ്യ പദം എത്രയാണ്? 1 ആണല്ലേ. 1 × r. റേഷ്യോ എത്രയാണ്? 2. ഓരോ ടേമും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. സോ 2⁻n−1. എത്രാമത്തെ പദം? n എത്രയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? 10. 10 - 1 9. അപ്പോൾ 1 × 2⁹, ദാറ്റ് ഈസ് 2⁹ ആണ് 10ാമത്തെ പദം എന്ന് പറയുന്നത്. 2⁹ 5 12 ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ആ പവർ, ഓരോ നമ്പർ, ഇതൊക്കെ 2⁻10 2⁻9 ഇതെല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലൊക്കെ കാണുന്ന ടേംസ് ആണ്. അപ്പോൾ അത് ബൈ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. GPയുടെ nth ടേം എന്ന് പറയുന്നത് A⁻n = AR⁻n−1 ആയിരിക്കും. അപ്പോൾ എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്കിതിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യത്തെ VFAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ചോദ്യങ്ങൾ പോളിലൂടെയും മറ്റും പ്രാക്ടീസ് ചെയ്യുന്നതിനും നമ്മുടെ ക്ലാസ്സിൻ്റെ PDF അങ്ങനെ അനുബന്ധ വിവരങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനൽ PSC Voyager എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ എല്ലാവരും അംഗമാവുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്